നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. യൂട്യൂബ് വ്ളോഗർ എന്ന പുകമറ സൃഷ്ടിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഉൾപ്പെടെ സിന്തറ്റിക് ലഹരി മരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തുന്ന യൂട്യൂബ് വ്ളോഗറായ യുവതി എക്സൈസ് പിടിയിലായിട്ടുണ്ട്. നിരന്തരമായ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് കുന്നത്തുനാട് കാവുംപുറം വയനത്തറ വീട്ടിൽ സ്വാതി കൃഷ്ണയെ അറസ്റ്റ് ചെയ്തത്. കാലടി എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാലടി മാറ്റൂരിൽ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്തത്. യുവതിയിൽ നിന്നും 2.78 ഗ്രാം MDMA-യും 20 ഗ്രാം കഞ്ചാവും പിടികൂടി. രഹസ്യ വിവരമാണ് നിർണായകമായത്. അതുകൊണ്ട് തന്നെ തെളിവ് സഹിതം പിടികൂടാൻ എക്സൈസിന് സാധിച്ചു. ഏറെ നാളായി സ്വാതി കൃഷ്ണ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിനൊടുവിലാണ് അറസ്റ്റിലേക്ക് പോകേണ്ടി വന്ന നിർണായകമായ വിവരവും കിട്ടിയത്. പ്രിവന്റ് ഓഫീസർ TV ജോൺസൺ, സിവിൽ എക്സൈസ് ഓഫീസർ രഞ്ജിത്ത് R നായർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KM തൻസിയ, ഡ്രൈവർ സജീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ സിന്തറ്റിക് ലഹരി മരുന്ന് ഉൾപ്പെടെ എത്തിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു സ്വാതി കൃഷ്ണ എന്ന് എക്സൈസ് പറയുന്നു. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാതിയുടെ കൈവശം 2.71 ഗ്രാം MDMA-യും 20 ഗ്രാം കഞ്ചാവും ഉണ്ടായിരുന്നതായി എക്സൈസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുറച്ചു കാലങ്ങളായി സ്വാതിയുടെ നീക്കങ്ങൾ എക്സൈസിന്റെ സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. കൊച്ചി നഗരത്തിലെയും എറണാകുളത്തെയും മറ്റു പ്രദേശങ്ങളിലെയും കോളേജ് വിദ്യാർത്ഥികളും യുവതികളെയുമാണ് സ്വാതി പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. യൂട്യൂബ് വ്ളോഗർ എന്ന പേരിന്റെ മറവിലാണ് ഇവർ ലഹരി മരുന്ന് വിൽപ്പന തകൃതിയായി നടത്തിയിരുന്നത്. സ്വാതിയുടെ സംഘത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉൾപ്പെട്ടിരിക്കാമെന്ന അന്വേഷണം നടക്കുന്നുണ്ട്. അതീവ രഹസ്യമായിട്ടായിരുന്നു സ്വാതിയെ പിടികൂടുന്ന ഓപ്പറേഷൻ നടത്തി വന്നത്. വമ്പൻ മാഫിയയുടെ ഭാഗമാണ് ഇവരെന്നാണ് നിഗമനം. ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ എക്സൈസിന് കിട്ടിയിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ടെന്നാണ് എക്സൈസിന് നൽകുന്ന വിവരം. ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്ന കണ്ണികളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. സീരിയൽ സിനിമാ താരങ്ങൾക്കും മറ്റും ലഹരി എത്തിച്ചു നൽകുന്ന മാഫിയയിലേക്ക് ഈ അന്വേഷണം എത്തുമെന്നാണ് സൂചന. പോലീസും ഈ വിവരങ്ങൾ എക്സൈസിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ ലഭിച്ച വിവരങ്ങൾ നിർണായകമായിരിക്കും. സംസ്ഥാനത്തിന് പുറത്തുനിന്നുമാണ് ഇത്തരത്തിൽ വിൽക്കാനുള്ള ലഹരി മരുന്ന് ഇവരുടെ കയ്യിൽ എത്തുന്നതെന്നാണ് സൂചന. ബ്ലോഗറാണ്, അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് എന്നൊക്കെ കരുതി അത് എന്തും ചെയ്യാനുള്ള ലൈസൻസായി എടുക്കുന്നതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രധാന പ്രശ്നം. ആൺപെൺ വ്യത്യാസമില്ലാതെ പല വിധത്തിലുള്ള ലഹരികൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ തലമുറ. ഗവൺമെന്റ് ഓഫ് കേരളയുടെ കണക്കനുസരിച്ച് 100 പേരിൽ 80% ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികളാണെന്നാണ്. കാലം മാറുന്തോറും ചുണ്ടിലും നാക്കിലും എന്തിന് കണ്ണിൽ വരെ വെക്കുന്ന ലഹരി മരുന്നുകൾ ഇപ്പോൾ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എത്ര പറഞ്ഞാലും ഇതിലേക്ക് ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കുവാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. ലഹരി വിൽക്കുന്നവൻ വിറ്റുകൊണ്ടേയിരിക്കും, വാങ്ങുന്നവൻ വാങ്ങിക്കൊണ്ടേയിരിക്കും. ഫുൾ സ്റ്റോപ്പില്ലാത്ത വിപത്ത് അത് ലഹരി മാത്രമാണ്.